നമുക്കിപ്പോ കോഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പോകാം. ഇതൊരു സഭാത്മക പഠനമാണ്. ഇത് നിങ്ങളിപ്പോൾ കുറെ പുസ്തകങ്ങളുടെ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലും CCCയും അതുപോലെ അപ്പസ്തോലിക ആഹ്വാനങ്ങളും ചാക്രിക ലേഖനങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾക്കുണ്ടെന്ന് നമുക്കറിയാമല്ലോ. 1 യോഹന്നാൻ 2:20. നമുക്കത് ഹൃദയത്തിൽ നമുക്കത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങളെ ഒരു പുതിയ വാക്ക് പരിചയപ്പെടുത്തി തരികയാണ്. കെറിഗ്മ എന്നാണ് അത് ഉച്ചരിക്കുന്നത്. ഇതൊരു ഗ്രീക്ക് പദമാണ്. ഇതിന്റെ അർത്ഥം പ്രഘോഷിക്കുക, പ്രഘോഷിക്കുക, വിളംബരം ചെയ്യുക, വിളിച്ചു പറയുക എന്നൊക്കെയാണ്. ഇതാണ് ഇതിന്റെ ഇത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കെറിഗ്മ. അത് നമുക്ക് ഈ കോഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കാണുന്ന 2 പേര്, അതായത് ഫാദർ എമിലിയാനോ താഡിഫ്, അദ്ദേഹം ഒരു കനേഡിയൻ ആയിരുന്നു. പക്ഷെ മെക്സിക്കോയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. അദ്ദേഹവും ഒരു മെക്സിക്കൻ ആയിട്ടുള്ള ജോസ് പ്രാദോ ഫ്ലോറസ് എന്ന് പറയുന്ന ഒരു അൽമായനും ചേർന്ന്, 2 പേരും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഒരു കോഴ്സ് പോളാണിത്. അത് 2 പുസ്തകങ്ങൾ, ഈ കാണുന്ന 2 പുസ്തകങ്ങൾ, അതായത് ഇവാഞ്ചലി നൂൻസിയാന്തി, ഇപ്പൊ എന്റെ കയ്യിൽ അത് ഇരിപ്പുണ്ട്. ഇവാഞ്ചലി നൂൻസിയാന്തി അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനം, അത് 1975 പോളാറാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ചതാണ്. അതുപോലെ റിഡംതോരിസ് മിസ്സിയോ, രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനം ജോൺ പോൾ 2 മാർപ്പാപ്പ 1990 പുറപ്പെടുവിച്ച ഈ ചാക്രിക ലേഖനം, ഈ 2 പുസ്തകങ്ങളെ ആസ്പദമാക്കിയാണ് ഈ കോഴ്സ് പോള് രൂപം നൽകിയിരിക്കുന്നത്. ഈ കോഴ്സ് പോളിന് രൂപം നൽകപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. അത് കോഴ്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുക. നിങ്ങൾ ഇന്ന് വായിച്ചു കേട്ട വചനം, അതായത് ഈ കോഴ്സിന്റെ ഒരു മോട്ടോ വചനമാണത്. ഇന്ന് കേട്ട വചനം എന്ന് പറയുന്നത് ഇതാണല്ലോ: അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. ഇതാണ് ഞങ്ങൾ ഈ വചനത്തിന് പറയും 2T എന്നൊക്കെ പറയും. അപ്പൊ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ കോഴ്സിലൂടെ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഒരു റിസോഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല് പരിശീലകരെ പരിശീലിപ്പിക്കും. ഇവിടെ അങ്ങനെയാണല്ലോ പറയുന്നത്. പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുകയാണ്, നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അതാണ് ഇവിടെ കാണുന്ന വചനം. ഇനി മുമ്പോട്ട് നമ്മൾ കാണുന്നു, ഈ ലോക സുവിശേഷവൽക്കരണവും ദൈവരാജ്യ സംസ്ഥാപനവുമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് നമ്മൾ നൽകുന്നത് ഇതാണ്: അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണമാണ് നമ്മൾ നൽകുന്നത്. അതുപോലെ ഇതിന്റെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാല്, ജസ്റ്റ് ടു ഇവാഞ്ചലൈസ് ദ പാർട്ടിസിപ്പൻസ്. ഈ പാർട്ടിസിപ്പൻസിനെ, പങ്കെടുക്കുന്ന ആളുകളെ ഇവാഞ്ചലൈസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പ്രഘോഷിക്കാൻ പഠിപ്പിക്കുക, അതുപോലെ പരിശീലകരെ പരിശീലിപ്പിക്കുക. പിന്നെ ഇവിടെ നമുക്ക് കാണാം ടീംസ് ആൻഡ് സ്കൂൾസ് ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ഇടങ്ങളിലും ഈ ഇവാഞ്ചലൈസേഷന് വേണ്ടിയുള്ള ടീമുകൾ, റിസോഴ്സ് ടീമുകൾ രൂപപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം. ഈ ദൈവത്തിന്റെ ഇതിനകത്ത് 7 നിത്യസത്യങ്ങളിലൂടെ നമ്മൾ പോകുന്നത്. അത് ദൈവസ്നേഹം, പാപാവസ്ഥ, യേശു രക്ഷകൻ, വിശ്വാസം, മാനസാന്തരം, പരിശുദ്ധാത്മാവ്, കൂട്ടായ്മ, സുവിശേഷ പ്രഘോഷണം. ഈ 7 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതില് ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുക: ദൈവം നമ്മെ എല്ലാവരെയും വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ജെറമ്യാ 31:3 പറയുന്നു, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്,
നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഈ അചഞ്ചലമായ അല്ലെങ്കിൽ ഈ അനന്തമായ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥ, നമ്മുടെ ഈ ലോകം മുഴുവന്റെയും പാപാവസ്ഥയാണെന്ന് നമ്മൾ കാണുന്നു. ഇത് അതായത് ദൈവസ്നേഹ അനുഭവത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ദൈവമനുഷ്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള പർദീസ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ തന്റെ തന്നിഷ്ടം പ്രകാരം അവിടുന്ന് വേർപെട്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു. അതാണ് അവന്റെ പാപാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാപാവസ്ഥ മൂലം എന്താ സംഭവിക്കുന്നത് ചോദിച്ചാല്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന ഒരു വചനം നമ്മളിവിടെ കാണുക. യെശയ്യാ 59:2. പ്രിയമുള്ളവരെ, ഇങ്ങനെ സ്വയം രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിൽ നിന്ന് വേർപെട്ട്, ആ ദൈവമനുഷ്യ പങ്കാളിത്തത്തിൽ നിന്ന് വേർപെട്ട് മനുഷ്യൻ തകർന്ന് അടിമത്തത്തിലായി പോയപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവത്തിന്റെ വലിയ പദ്ധതി പ്രകാരം, അതായത് രക്ഷാകര പദ്ധതി പ്രകാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്നുള്ള വാർത്ത, സുവാർത്ത നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതിലൂടെ അത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 1 യോഹന്നാൻ 2:2 ഇപ്രകാരം പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് എന്ന് വചനം പറയുന്നു. അതുപോലെ തന്നെ കൊളോസ്യ ലേഖനം 1:13 പറയുന്ന ഇപ്രകാരം, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം നമ്മെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചിട്ട് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു എന്നാണ് ലേഖകൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് യേശുക്രിസ്തുവിന്റെ ആ രക്ഷാകര പദ്ധതിയിലൂടെ നടപ്പാക്കപ്പെട്ടത്. ഇതാണ് സ്വർഗത്തിൽ നിന്ന് ഒരു അനുഗ്രഹം നമുക്ക് നൽകുക. ഈ സ്വർഗത്തിൽ നിന്ന് നമുക്ക് യേശുക്രിസ്തുവിലൂടെ വെച്ച് നീട്ടപ്പെട്ട ഈ അനുഗ്രഹം, ഈ രക്ഷ, ഇതൊന്ന് സ്വന്തമാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പിന്നെ കാണുന്നത്. അത് ഈ രക്ഷ സ്വന്തമാക്കുവാൻ യേശുമിശിഹായിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുതപിച്ച് അതെല്ലാം ഏറ്റുപറയുകയും മാനസാന്തരപ്പെട്ട് ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവിതം സമർപ്പിക്കുകയും ചെയ്താൽ മാത്രം മതി എന്ന് പറയും. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു അത് വചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. റോമർക്ക് ലേഖനം 10:9 പറയുന്നു, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ ജീവിതം കർത്താവിനെ സമർപ്പിച്ചു കഴിയുമ്പോൾ, അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് നമ്മുടെ ജീവിതം കർത്താവിനെ സമർപ്പിക്കുമ്പോൾ, രക്ഷിച്ചവനായ യേശുവിനെ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ, ഈശോ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദാഹത്തോടെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ നമ്മള് മാമോദീസായിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനോട് നമ്മൾ സഹകരിക്കണം എന്നും അവിടെ ഒരു അർത്ഥമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒന്നുചേർന്ന് പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നുചേർന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ വചനം പറഞ്ഞു തരിക. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞു, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന് വചനം നമ്മോട് പറയുന്നു. അതുപോലെ റോമർക്ക് ലേഖനം 5:5 പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമുക്ക് ലഭിച്ചു അതായത് പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ഒന്നുചേർന്ന് കഴിയുമ്പോൾ റോമർ 8:16 പറയുന്നുണ്ട്, ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് നമ്മൾ ദൈവമക്കളാണ് സാക്ഷ്യം നൽകുന്നുവെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ പരിശുദ്ധാത്മാവുമായി നമ്മൾ യോജിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുന്ന ആ സ്നേഹം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ദൈവസ്നേഹം പങ്കുവെച്ച് സ്വയം വളരുകയും മറ്റുള്ളവരെ നമ്മൾ വളർത്തുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ആദിമസഭയിലും ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പം ആദിമസഭയിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ നിറവ് അങ്ങോട്ട് ലഭിച്ചതോടുകൂടി ആളുകളെല്ലാം ഒന്നു ചേർന്ന് അവരെല്ലാം കൂടെ ആദ്യ ദിവസം തന്നെ 3000 പേര് സഭയിൽ ചേർന്നു എന്ന് പറയുന്നു. അതുപോലെ പിന്നീട് അങ്ങോട്ട് പരിശുദ്ധാത്മാവിന്റെ
ആ നിറവ് എല്ലാവരിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതാണ് ആദിമസഭയില് കാണുന്നത്. അവന്റെ വചനം ശ്രവിച്ചവർ, അതായത് പത്രോസ്ലീഹ എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ അവന്റെ വചനം ശ്രവിച്ചവർ ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഇങ്ങനെ താല്പര്യപൂർവ്വം പങ്കുചേരാൻ അവരെ പ്രചോദിപ്പിക്കുന്ന അവരുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഏകീകരണത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യരോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹം തോന്നുകയും അവരുമായിട്ട് ഒന്നിച്ച് കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് മുന്നോട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കൂട്ടായ്മയിൽ നിന്ന് ഒരു സാക്ഷ്യം പോലെ ഈ കൂട്ടായ്മയിൽ നിന്നാണ് സുവിശേഷ പ്രഘോഷണം നിർഗളിക്കുന്നത്. ഇതിൽ വിശ്വസിക്കുന്നവരെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് പറയുന്ന വചനം നമ്മള് യോഹന്നാന്റെ സുവിശേഷം 7:37-38 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ പരിശുദ്ധാത്മ നിറവുള്ള മനുഷ്യർ കൂട്ടായ്മയിലായി കഴിയുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരോടും സുവിശേഷം പ്രസംഗിച്ച് സഭയുടെ ദൗത്യത്തിൽ പങ്കുചേർന്ന് നിത്യജീവനും സ്വർഗ സൗഭാഗ്യവും ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ഈ 7 നിത്യസത്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് ഈ കോഴ്സിനുള്ളത്. പ്രിയമുള്ളവരെ, ഇതാണ് നമുക്കറിയാം, നമുക്ക് കൽപ്പനകൾ കിട്ടിയിട്ടുണ്ട് ഈശോയിൽ നിന്ന്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നൊക്കെ ഈശോ പറഞ്ഞിട്ട് ഉത്ഥാനത്തിന് ശേഷം ഈശോ പറയുക, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുകയും. ഇതിന് തൊട്ട് മുമ്പ് പറയുന്ന വചനം ഇതാണ്, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ എന്ന് പറഞ്ഞ് ഒരു മഹാകൽപ്പന. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിലും അതുപോലെ ഒരു കമാൻഡ്മെന്റ് ഉള്ളത് ഇതാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകം മുമ്പ് എല്ലാ സൃഷ്ടികളോടും, ആദ്യം എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്താനാണ് അവിടെ പറഞ്ഞതെങ്കിൽ ഇവിടെ പറയും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ. അപ്പം സുവിശേഷം കേട്ട് എല്ലാ സൃഷ്ടികളും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഈശോ നമ്മളോട് പറഞ്ഞു തരിക. നമ്മുടെ ഒരു കടമയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. പ്രിയമുള്ളവരെ, ഏഷ്യയിലെ സഭ എക്ലേസിയ ഇൻ ആസിയ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തില് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാ, ജ്വലിക്കുന്ന ഒന്നിന് മാത്രം, അതിന്റെ 23-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ജസ്റ്റ് ഇവാഞ്ചലൈസ് ദ പാർട്ടിസിപ്പൻസ്. നമ്മൾ ഇവാഞ്ചലൈസ്ഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മറ്റുള്ളവരെ ഇവാഞ്ചലൈസ് ചെയ്യാനുള്ള പ്രചോദനം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അപ്പൊ നമ്മൾ ജ്വലിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുക. പ്രിയമുള്ളവരെ, 1997 ഡച്ചുകാർ ബോംബെയിൽ സംഘടിപ്പിച്ച ഒരു കെറിഗ്മ കോഴ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട ആലിസൂട്ടി ചേച്ചി പങ്കെടുത്തു. അപ്പൊ ഡച്ച് ഭാഷയിൽ അവരവിടെ എടുത്ത 2 ആഴ്ച നീണ്ടുന്ന ഒരു കോഴ്സാണ്. ആ കോഴ്സിന്റെ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടാണ് അവിടെ അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കേട്ടപ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഒക്കെ വളരെ മുൻനിരയില് എന്താ പറയാ, കേരളത്തിലെ തുടക്കക്കാരിൽ ഒരാളായ അലിസൂട്ടി ചേച്ചി അവിടെ ചെന്ന് ഈ കോഴ്സ് കൂടുമ്പോൾ ഇതാണല്ലോ പ്രഘോഷിക്കപ്പെടേണ്ടത്, ഇതാണല്ലോ എല്ലായിടത്തും എത്തേണ്ടത് എന്നുള്ള ഒരു പ്രചോദനം ചേച്ചിക്ക് ലഭിക്കുകയും അവിടുന്ന് ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് മലയാളത്തിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ഭാരതത്തിലെത്തി. 26 വർഷമായിട്ട് ഇത് കേരളത്തിൽ ഉടനീളം, അതുപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല മറ്റു പല ഇടങ്ങളിലും ഈ കോഴ്സ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നടത്തപ്പെട്ടിട്ടുണ്ട്. എന്റെ അറിവനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും പിന്നെ UAE-യിലും ഒക്കെ ഈ കോഴ്സ് നടത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ സുവിശേഷ ഒരു അനുഭവമാക്കി തീർക്കുക എന്നുള്ളതാണ്. അനുഭവമാക്കുന്ന ഒരു സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിൽ പങ്കാളികൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹാവ് ദി എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ. അത് നമുക്ക് എല്ലാവർക്കും രക്ഷയുടെ അനുഭവമുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങ് മറന്നു ഒക്കെ അങ്ങ് പോകും. പക്ഷെ ഈ രക്ഷയുടെ അനുഭവത്തിൽ നമ്മളൊന്ന് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരായതും സഭാത്മകവുമായ ബോധ്യങ്ങളിൽ നമ്മൾ വളരുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. തെറ്റായ ബോധ്യങ്ങളിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അത് മാറ്റുക വലിയ പാടാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് സഭാത്മക പഠനമാണ് നമ്മൾ നടത്തുന്നത്. സഭയുടെ പഠനങ്ങൾ, നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതായ നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ട് അതിന്മേലാണ് നമ്മളുടെ പഠനം
നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി ദൈവോന്മുഖമാക്കി തീർക്കുക. കാരണം നമ്മുടെ ജീവിതശൈലി വളരെ പ്രധാനപ്പെട്ടതാണ്. സാക്ഷ്യമുള്ള ജീവിതം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമ്മുടെ ജീവിതശൈലി ദൈവോന്മുഖമാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ സാക്ഷ്യത്തിന്റെ പിൻബലത്തോടു കൂടി ജീവിക്കുക. അതുപോലെ അതായത് ഇവിടെ എഴുതുന്ന പോലെ സുവിശേഷമേകാൻ സുവിശേഷമാകണം. സുവിശേഷമായി തീർന്നവർക്ക് മാത്രമേ സുവിശേഷമേകാൻ കഴിയൂ. ഇവിടെ എഴുതിയിരിക്കുന്നത് ബി ജീസസ്, ലീവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ് എന്ന് പറയുന്നു. അപ്പം ഇനി ഈ സഭാ പഠനം എന്താണെന്ന് ഇവിടെ പറയുന്നു. അതായത് LG-17 തിരുസഭ എന്ന് പറയുന്ന പ്രമാണരേഖയിൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിൽ പറയുന്ന സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. സഭയ്ക്ക് പ്രേക്ഷിത സ്വഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷവൽക്കരണമാണ്. എന്തിനാണ് സഭ ഈ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് തന്നെ പറയുന്നുണ്ട്. അത് സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണെന്ന്. മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരുടെയും കർത്തവ്യമാണ് ഈ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ, അല്ലെ സുവിശേഷ പ്രഘോഷണം. ഞാൻ സുവിശേഷം, ഇവിടെ 1 കൊരിന്ത്യർ 9:16 പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് യാതൊരു വകയുമില്ല. അത് എന്റെ കടമയാണ്. കടമയാണെന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്വമാണെങ്കിൽ അത് നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം. കടമ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. എന്റെ അപ്പൻ പ്രായമായി കിടക്കുമ്പോൾ എന്റെ അപ്പനെ നോക്കുക എന്നുള്ളത് എനിക്കൊരു ഉത്തരവാദിത്തമായിട്ട് കാണാൻ പറ്റില്ല. മറ്റാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്തമായിട്ട് എന്നെ കാണാൻ പറ്റില്ല. അതെന്റെ കടമയാ. ഐ ഹാവ് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. സുവിശേഷം പ്രസംഗിക്കുന്നത് എന്റെ കടമയാ. മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മാമോദിസ ജലം തലയിൽ വീണിട്ടുള്ള എല്ലാവരുടെയും കടമയാണ് ഈ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. ഇനി ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിലോ അത് എനിക്ക് ദുരിതം. എനിക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവനും ദുരിതം ഉണ്ടാവുന്നതിന് കാരണം സുവിശേഷത്താൽ, സദ്വാർത്തയാൽ, ഈ സുവിശേഷത്താൽ ആരും സ്വതന്ത്രരാക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. നമ്മൾ സ്വതന്ത്രരാക്കപ്പെടണം. നമ്മൾ നമ്മുടെ സ്വതന്ത്രമായ മനസ്സോടുകൂടി മറ്റുള്ളവരെയും ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ക്ഷണിക്കണം, സാക്ഷ്യത്തോടുകൂടി. അതാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പരിശീലനമാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്: സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. ചർച്ച് എക്സിസ്റ്റ് ഫോർ ഇവാഞ്ചലൈസേഷൻ. സുവിശേഷ പ്രഘോഷണം ഇവാഞ്ചലി നൂൻസിയാന്തി 14-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നതാണ് ഇപ്രകാരം. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തില് പറയുന്ന 164-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കെറിഗ്മ, അതായത് ഈ പ്രാരംഭ പ്രഘോഷണം, ഇപ്പൊ നമ്മൾ ഈ കാണാനായിട്ട് പോകുന്ന ഈ 7 നിത്യസത്യങ്ങളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് കെറിഗ്മ എല്ലാ സുവിശേഷവത്കരണ പ്രവർത്തനത്തിന്റെയും സഭാ നവീകരണത്തിലുള്ള സകല പരിശ്രമങ്ങളുടെയും കേന്ദ്രമായിരിക്കണം. ഇത് കൂടാതെ ഇതൊരു മനുഷ്യനെ ജനിക്കാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ജനിക്കാൻ സഹായിക്കുന്ന, ഇവാഞ്ചലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പം അത് എല്ലാ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിന്റെയും സഭാ നവീകരണത്തിന്റെയും അതിനുള്ള പരിശ്രമത്തിന്റെ എല്ലാം കേന്ദ്രമായിരിക്കണം. കാരണം ജനിച്ചാലല്ലേ വളരാൻ പറ്റുള്ളൂ. അപ്പൊ ജനിപ്പിക്കാനുള്ളതാണിത് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ 164-ാമത്തെ ഖണ്ഡികയിൽ തന്നെ ഇപ്രകാരം പറയുക: മതബോധകന്റെ അധരങ്ങളിൽ പ്രഥമ പ്രഘോഷണം അഥവാ ഈ കെറിഗ്മ വീണ്ടും വീണ്ടും മുഴങ്ങണം. അങ്ങനെ ഓരോരുത്തരും തുടരെ സുവിശേഷവൽക്കരിക്കപ്പെടണം. ഈ ഇവാഞ്ചലൈസേഷൻ, ഇവാഞ്ചലൈസേഷൻ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവേണ്ടതാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ശക്തമായി പറയുകയാണ് ഇവിടെ. പ്രിയമുള്ളവരെ, അത് ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു ഇതും കൂടെ കാണാം. 165-ാമത്തെ ഖണ്ഡികയിൽ, സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ തന്നെ 165-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞു: ഈ കെറിഗ്മ അഥവാ ഈ പ്രാരംഭ പ്രഘോഷണത്തെക്കാൾ ദൃഢവും അഗാധവും സുരക്ഷിതവും അർത്ഥപൂർണവും ജ്ഞാനപൂർണവുമായ മറ്റൊന്നില്ല. എല്ലാ ക്രൈസ്തവ പരിശീലനവും കൂടുതൽ ആഴത്തിൽ പ്രാരംഭ പ്രഘോഷണത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രിയമുള്ളവരെ, ഇവിടെ രക്ഷകന്റെ മിഷനില് 11-ാമത്തെ ഖണ്ഡികയിലും വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിലും തിരുസഭയിൽ 16-ാമത്തെ ഖണ്ഡികയിലും പറയുക: നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കൃപയോട്, അതായത് ഈ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ ഈ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള വിളിയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന്
രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കോട്ട് ചെയ്തുകൊണ്ട് രക്ഷകന്റെ മിഷനിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ്. അത് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല പ്രിയമുള്ളവരെ, പക്ഷെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ കടമയുടെ ആഴം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 30 പേർക്ക് താമസിച്ച് ഈ കോഴ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോൾ എല്ലാ മാസവും നമ്മൾ ഈ കോഴ്സ് നടത്തുന്നുമുണ്ട്. ഇതാണ് ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അലിസേജ് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇനി ഇൻട്രോഡക്ഷൻ ഒന്നും കാത്തിരിക്കണ്ട ഇല്ലേ? ദൈവത്തിന് സ്തുതി. എല്ലാരും നല്ല ഭംഗിയായിട്ട് എല്ലാം അവതരിപ്പിച്ച് അവസാനം പറയാം കേട്ടോ. ഭംഗിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഒത്തിരി ഒന്നും ഞാൻ തുടക്കത്തിൽ പറയേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കോഴ്സിനെ പറ്റിയും ടീമിനെ പറ്റിയും ഇതിന്റെ സംവിധാനത്തെ പറ്റിയും പിന്നെ ഇതിനു മുമ്പ് കോഴ്സിൽ പങ്കെടുത്തവരെ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോ നമുക്ക് അതും കിട്ടി. അപ്പൊ ഈ ഒരു കോഴ്സിലൂടെ, ഈ ഒരു 10 ആഴ്ചയിലൂടെ പറഞ്ഞല്ലോ, ഈ ഒരു അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണം, ഇനീഷ്യൽ പ്രൊക്ലമേഷൻ ഓഫ് ദ ബേസിക് ഗോസ്പൽ മെസ്സേജ്. പണ്ട് കാർഡിനൽ സ്യൂരൻസ് പറഞ്ഞേ, we have many baptized Catholics, sacramentalized people in the Catholic Church, but among them very few evangelized Christians എന്ന്. അതേസമയത്ത് പുറമെ ഇവാഞ്ചലൈസ്ഡ് ക്രിസ്ത്യൻസ് ഉണ്ട്. അവരെ ഈ ബാപ്റ്റൈസ്ഡ് കാത്തലിക്സ് ആക്കിയാലേ സഭയുടെ ഭാഗമായി ഫുൾ ഇതിലേക്ക് വരുവുള്ളത്. നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ബാപ്റ്റൈസ്ഡ് ആയിട്ടുള്ളവരെ ഇവാഞ്ചലൈസ് ചെയ്യാനുള്ള പ്രൊക്ലമേഷൻ. ഈശോ പണ്ട് പറഞ്ഞില്ലേ നിക്കാദേമൂസിനോട്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ആ ഒരു വീണ്ടും ജനന അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ ഈ ഒരു കോഴ്സ് നമ്മളിങ്ങനെ കേട്ടിരുന്നാൽ മതി. ഒത്തിരി നോട്ട് എഴുതി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. പിന്നെ ഒന്ന് ആഴത്തിൽ പോകാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു ദൈവവചനവും പിന്നെ ഒരു സബ് ഗ്രൂപ്പും, അതൊക്കെ നമുക്ക് കുറെ കൂടി ഇത് നമ്മുടെ സ്വന്തമാകാൻ വേണ്ടിയുള്ള ഇതാണ്. അപ്പം ഈ ഒരു പൗലോസ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. റോമ 10:17 വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അതുപോലെ വേറൊരു ബിഷപ്പ് ഒരിക്കലും ഒരു പുസ്തകത്തിൽ എഴുതിയ വാചകം ഞാൻ ഓർക്കുന്നത്, റാഡിക്കൽ കൺവേർഷൻ ഈസ് പോസിബിൾ ഓൺലി ആസ് എ റിസൾട്ട് ഓഫ് ഒതന്റിക് പ്രൊക്ലമേഷൻ ഓഫ് ദ ഫുൾ ഗോസ്പൽ. അപ്പൊ ആ സുവിശേഷ സന്ദേശം അതിന്റെ പൂർണ്ണതയില് ഭംഗിയായിട്ട് ഒന്ന് പ്രഘോഷിക്കുകയാണ് ഈ ഒരു 10 ആഴ്ചയിലൂടെ നടക്കുക. അതിന്റെ ഫലം നമുക്കറിയാം. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ 2 കാര്യം അതിനകത്തുണ്ട് പ്രോജക്റ്റ്. ഒന്ന് ഡിവൈൻ ഹ്യൂമൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാല് ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെയാണ് സൃഷ്ടികർമ്മം കഴിഞ്ഞപ്പോ പിന്നത്തെ പരിപാടിയൊക്കെ. സെയിന്റ് ആഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞില്ലേ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സഹകരണം കൂടാതെ, നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്ന്. അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യവും, നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടെ സഹകരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം ആഗ്രഹിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കും. അപ്പം ആ സ്വാതന്ത്ര്യത്തോടെ കേട്ട് നമ്മൾ വിശ്വസിച്ച് പ്രത്യുത്തരിക്കുമ്പോഴാണ് ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റുക. അപ്പൊ ഒരു കാര്യമുള്ളത്, ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും രമേശൻ പറഞ്ഞല്ലോ 7 നിത്യസത്യങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളത് 8 ആഴ്ചകളിലൂടെയാണ്. വിശ്വാസവും മാനസാന്തരവും 2 ദിവസത്തിലൂടെ പറയുന്നത്. അങ്ങനെ 8 ആക്കി, ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രത്യുത്തരം വരേണ്ടതുണ്ട്. അപ്പൊ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ ചെയ്യുക? മനസ്സിലൊരു പ്രത്യുത്തരം വരും. പാപാവസ്ഥ കാരണമാണ് ഇത് പറ്റാത്തതെന്ന് പറയുമ്പോഴേക്ക് ഞങ്ങൾ എന്താ ചെയ്യും? നമ്മുടെ ഒരു പ്രത്യുത്തരം വരും. അത് കഴിയുമ്പോഴാ 2000 കൊല്ലം മുമ്പ് ഈശോ രക്ഷിച്ചു കഴിഞ്ഞതാ. എന്നിട്ട് ഇനി നമ്മളേതാക്കാൻ എന്ത് ചെയ്യണം? അപ്പോഴാണ് അടുത്ത് വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം എന്ന് പറയുക. വിശ്വസിച്ച് മാനസാന്തരപ്പെടുമ്പോൾ എന്തുണ്ടാകും? പ്രത്യുത്തരം. ഒരു പരിശുദ്ധാത്മാവിനെ കിട്ടും, ചോദിച്ച് മേടിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലോ നമ്മളെ സ്നേഹം കൊണ്ട് നിറച്ച് കൂട്ടായ്മയിൽ ജീവിക്കാൻ, പങ്കുവെക്കാൻ, അതിനൊക്കെയുള്ള സഹായം നമുക്ക് കിട്ടും. അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകുമ്പോൾ പിന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരോടും പറയുകയും ചെയ്യും സുവിശേഷ പ്രഭാഷണം. അപ്പൊ ഈ ഓരോ സ്റ്റെപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രത്യുത്തരമാണെന്നൊന്ന് ഓർപ്പിക്കുക കേട്ടോ.
അപ്പൊ ഈ ആഴ്ച പൊതുവായിട്ടുള്ള ഒരു ഒരുക്കമാണ്. ഇത്രയൊക്കെ പരത്തി പറയുമ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. ഈ ലിങ്ക് ഇത് കഴിഞ്ഞ ഉടനെ ട്രമിച്ച് നിങ്ങൾക്ക് ഇട്ടുതരും. ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഇരുന്ന് സാവകാശം ഇതൊന്ന് ചുമ്മാ അങ്ങ് കേട്ടേക്കണം. കേട്ടാ മതി. ഒത്തിരി പഠിക്കാനും ഇതൊന്നുമില്ല. അങ്ങനെയല്ല, ഈ ഒരു 10 ആഴ്ചത്തേതും ചുമ്മാ കേട്ടാ മതി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വളരണമെങ്കിൽ ഇത് പറഞ്ഞല്ലോ, കേൾക്കുന്നവരെ കോഴ്സിന് പ്രിപ്പയർ ചെയ്യാൻ, ഇവാഞ്ചലൈസ് ചെയ്യാനാണ് ഈ ഫുൾ കോഴ്സിന്റെ നമ്മുടെ ലക്ഷ്യം. പ്രിപ്പയറിംഗ് റിസോഴ്സ് പീപ്പിൾ ടു ട്രെയിനേഴ്സ് ഓഫ് ഇവാഞ്ചലൈസേഴ്സ് ഫോർ വേൾഡ് ഇവാഞ്ചലൈസേഷൻ. അതല്ലേ സഭയുടെ ദൗത്യം, സഭയുടെ ഏക പണി അതാണെന്നാ നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ നമ്മൾ ഫുൾ കോഴ്സിൽ വരുവേ. അപ്പോഴ് നമ്മളെ എല്ലാം ഇവാഞ്ചലൈസേഷനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയ പരിശീലകരാക്കാനുള്ള ഫുൾ കോഴ്സിന്റെ പങ്കെടുക്കാനുള്ളവരെ ഒരുക്കുന്ന പ്രാരംഭ സെഷനാണ് ഈ ഒരു 10 ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അത്യാവശ്യമാണ്, സഹായകമാണ്. അല്ലെങ്കിൽ രക്ഷപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യും. ഓർക്കുന്നുണ്ട്, ഒരിക്കല് ഞങ്ങൾ സിസ്റ്റേഴ്സിന് വേണ്ടി ഒരു കോഴ്സ് നടത്തിയപ്പോഴേ അവിടെ കുമ്പസാരിപ്പിക്കാൻ വന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛ ഇത്ര അടുത്തല്ലേ, ഒരു ഹോസ്പിറ്റലിന്റെ ചാപ്പിളിനായിരുന്നു, ഇടയ്ക്ക് പറ്റുമ്പോ ഒക്കെ വന്ന് കേൾക്കാൻ പറഞ്ഞു. അച്ഛൻ ഏതായാലും ചെന്നൊരു ഡയറിയും വിളിച്ചു അവിടുത്തെ ഇതിന്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ നടത്താൻ അഡ്മിനിസ്ട്രേഷൻ ഒരു ലേമേനെയും പിടിച്ചോണ്ട് വന്ന് 2 പേരും കൂടി ഇരുന്ന് കേട്ടേ. ഫുൾ കോഴ്സ് അച്ഛനും സിസ്റ്റേഴ്സിനും കൂടി ഇരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവസാനം പറയുക, അയ്യോ, ഒരു CMI അച്ഛനായിരുന്നു. അച്ഛൻ പറഞ്ഞു, ഈ ഒരു കോഴ്സ് മാമോദീസ മുങ്ങിയ ഒരു 3 വയസ്സ് പ്രായമായവർ മുതലുള്ള സകലർക്കും കിട്ടേണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞെന്ന് പറയുക. കൂടി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ഓർക്ക് എന്നും കോഴ്സ് ഞാൻ നീണ്ടുപോകുമല്ലോ എന്നോർത്ത് നിങ്ങൾ കയറാതിരുന്നാലോ എന്നോർത്തിട്ട് തൽക്കാലം നമുക്കിനി അടുത്ത ആഴ്ചയിൽ കാണാം. ദൈവത്തിന് സ്തുതി. ആമേൻ. നമ്മുടെ ഈ മിസിയോ കോഴ്സിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കി തന്ന ആലിസൂട്ടി ചേച്ചിക്ക് ഒത്തിരി നന്ദി.